بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൻ്റെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് ആവശ്യമായ നസീഹത്തുകളാണ്, ഉപദേശങ്ങളാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഈ പാർട്ടിലൂടെ നമുക്ക് നൽകുന്നത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ തസ്കിയത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഇഹ്യയുടെ മൂന്നാമത്തെ പാർട്ട് മുഹരിക്കാത്ത്, അതിൻ്റെ ആമുഖമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഹൃദയം എന്നത്. നഫ്സ്, റൂഹ്, അതുപോലെ തന്നെ അഖ്ല്, ഖൽബ് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഒരേ ആശയം, അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് നമ്മളും മൃഗങ്ങളും, മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വേർതിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ നഫ്സ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എന്നൊക്കെ പറയുന്നത്. ലോകത്തുള്ള സൃഷ്ടികളെ ജീവികളെ നമ്മൾ പരിശോധിച്ചാൽ 3 രൂപത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ല് മാത്രം നൽകിയിട്ടുള്ള വിഭാഗമാണ്. അവർക്ക് വികാരമില്ല, ശഹവത്തില്ല. അവരാണ് മലക്കുകൾ. അവർക്ക് അഖ്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് വികാരങ്ങളില്ല. നമ്മൾ മദ്രസയിൽ തന്നെ നമ്മൾ പഠിച്ചവരാണ്. അവർ ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല, ഉറങ്ങാറില്ല. അങ്ങനെ ശഹ്വാനിയായ വികാരപരമായ ഒരു സംഗതികളും മലക്കുകൾക്കില്ല. അവർക്ക് അഖ്ല് മാത്രം, നല്ലത് മാത്രമേ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ. ഒരു വിഭാഗം അങ്ങനെയാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം ജീവികൾ, അവർക്ക് ശഹ്വത്ത് മാത്രമേ അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ. അഖ്ല് അല്ലാഹു തആല നൽകിയിട്ടില്ല. വിവേകം എന്ന് പറയുന്നത് അവർക്ക് നൽകിയിട്ടില്ല. അവരാണ് മൃഗങ്ങൾ. തിന്നുക, കുടിക്കുക, അത്തരം വിഷയങ്ങൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവർക്ക് നല്ലത് ചിന്തിക്കാനും നല്ല റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധി എന്നത്, അഖ്ല് എന്നത് അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടില്ല. അതാണ് രണ്ടാമത്തെ വിഭാഗം. എന്നാൽ മൂന്നാമത്തെ വിഭാഗമാണ് മനുഷ്യർ. രണ്ടും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവർക്ക് ശഹ്വത്തും നൽകിയിട്ടുണ്ട്, അഖ്ലും നൽകിയിട്ടുണ്ട്. അപ്പം മൃഗീയമായ സ്വഭാവങ്ങൾ അവരിലുണ്ടാകും. ശഹ്വാനിയായ വികാരപരമായ മൃഗങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തിന്നലും കുടിക്കലും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകും. മലക്കുകൾ ചെയ്യുന്ന കാര്യങ്ങളും മനുഷ്യരിലുണ്ടാകും. ദിക്ർ ചെല്ലുക, നിസ്കരിക്കുക, നന്മ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും. ഇത് രണ്ടും സമ്മേളിച്ചൊരു വിഭാഗമാണ് മനുഷ്യർ. ഇവിടെയാണ് മഹാനായ ഗസാലി ഇമാം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ മൃഗീയമായ സ്വഭാവങ്ങളെ, ശഹ്വാനിയായ വികാരപരമായ കാര്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ വിവേകത്തിന് നമ്മൾ മുൻതൂക്കം നൽകുമ്പോഴാണ് അവനക്ക് തസ്കിയത്ത് ലഭിക്കുന്നത്. തസ്കിയത്തിൻ്റെ വിഷയമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങി വച്ചിട്ടുള്ളത്. അപ്പോൾ മലക്കിനേക്കാളും ഉന്നതമായ സ്ഥാനത്തിലേക്ക് മനുഷ്യനെത്താൻ കഴിയും. മലക്കുകൾക്ക് അല്ലാഹു തആല ശഹ്വത്ത് നൽകിയിട്ടില്ല. അവർക്ക് അഖ്ല് മാത്രമാണ് നൽകിയിട്ടുള്ളത്, വിവേകം മാത്രമാണ്. നമുക്ക് രണ്ടും നൽകിയത് കൊണ്ട് തന്നെ മലക്കുകളെക്കാളേറെ പ്രയാസമാണ് നമുക്ക് ഒരു നല്ല റൂട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത്. കാരണം മൃഗീയമായ സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്. അതിനെ അടിച്ചമർത്തിക്കൊണ്ട്
അഖലിന് വിവേകത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ജീവിച്ചാൽ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക, തസ്കിയത്ത് ലഭിച്ച ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകണം. മൃഗങ്ങളും നമ്മളും നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ശാരീരികമായിട്ടുള്ള പ്രത്യേകതയല്ല ഇവിടെ മനുഷ്യനുള്ളത്. ശരീരം കൊണ്ട് നോക്കുകയാണെങ്കിൽ മനുഷ്യരെക്കാൾ ഏറെ ആ വിഷയത്തിൽ മൃഗങ്ങളാണ് ഉഷാർ, നമുക്കറിയാം. അപ്പോൾ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെക്കാൾ എത്ര വലിയ ആരോഗ്യമാണ് മൃഗങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, മനുഷ്യന് ഹുലുക്കൽ ഇൻസാനു ലഈഫ എന്ന ഖുർആൻ പറഞ്ഞു, വളരെ ബലഹീനമാണ് മനുഷ്യൻ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാതെ അവനക്ക് കഴിയില്ല. അതേസമയത്ത് മൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് എന്ത് രോഗങ്ങൾ വന്നാലും അവർക്കൊരു വിഷയമല്ല. എന്ന് മാത്രമല്ല, അവർക്ക് മഴ, വെയിൽ ഇതൊന്നും കൊണ്ടാലൊന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. മനുഷ്യനങ്ങനെയല്ല, കുറച്ച് നേരം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നേരം മഴ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവനക്ക് അസുഖം ബാധിച്ചു. അപ്പോൾ ശാരീരികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മൃഗങ്ങളെക്കാളും താഴെയാണ്, ബലഹീന അവസ്ഥയാണ് മനുഷ്യർക്കുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, കൊറോണ വന്ന സമയത്ത് വളരെയധികം ജാഗ്രതയാണ് തുടക്കത്തിലൊക്കെ നമ്മൾ പാലിച്ചിട്ടുള്ളത്. എന്നാൽ ഏതെങ്കിലും ഒരു പോത്ത് മാസ്ക് ധരിച്ചത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഒരു പ്രതിരോധ മരുന്ന് ഉപയോഗിച്ചത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ മൃഗങ്ങൾക്കില്ല. ശരീരം കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളേറെ അവർ ഉഷാറാണ്. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് കഴിക്കണം. കേട് വന്നത് കുറച്ച് പഴകിയത് കഴിച്ചാൽ പിന്നെ അവനക്ക് അസുഖമായി. നമ്മളങ്ങനെയല്ല, മൃഗങ്ങളങ്ങനെയല്ല. മൃഗങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ അധികവും കൊടുക്കാറുള്ളത് കേടുവന്നതാണ് മൃഗങ്ങൾക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ അത് കൊടുത്താൽ അവർക്കൊരു വിഷയമില്ല. അപ്പോൾ ശാരീരികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മൃഗങ്ങൾ നമ്മളെക്കാളേറെ ഉഷാറാണ്. പിന്നെ എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാകുന്നത്? അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ, തസ്കിയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അഖ്ല്, വിശേഷ ബുദ്ധി, അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് മൃഗത്തിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായി മനുഷ്യൻ എന്ന് പറയുന്ന, യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിന് ഏറെ പ്രാധാന്യം നൽകണം എന്ന് മഹാന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാരൊക്കെ അവരാത്മാവിനാണ്, ഹൃദയത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം, മുൻതൂക്കം നൽകിയിട്ടുള്ളത് അവരുടെ ശരീരത്തിനേക്കാളേറെ. എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം നമ്മുടെ ഹൃദയത്തെ? അതിൻ്റെ കാരണം മഹാനവർ 2-3 കാരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത്, ഒന്ന്, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അമാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശരീരത്തിലേക്ക്, നിങ്ങളെ ബോഡിയിലേക്ക്, നിങ്ങളെ രൂപത്തിലേക്ക്, ആകൃതിയിലേക്കൊന്നും അല്ലാഹു തആല നോക്കുന്നില്ല. അത് അല്ലാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ എത്ര ഹൈറ്റ്, വെയിറ്റ് ഉണ്ട്, നിങ്ങൾ ഭംഗിയുള്ള ആളാണോ, ഇതൊന്നും അല്ലാഹു തആല നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമാകുന്ന ഹൃദയത്തെയാണ് നമ്മളും ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. മഹാനവറുകൾ വിശദീകരിക്കുന്നത് കാണാം, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജനാസ മയ്യത്ത് കട്ടിലിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഖബറിലെത്തിക്കഴിഞ്ഞാൽ മലക്കുകളെ ചോദ്യമുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ജനാസ മയ്യത്ത് കട്ടിൽ നമ്മുടെ ബോഡി കിടക്കുന്ന സമയത്ത് ഈ മയ്യത്തിനോട് അല്ലാഹു തആല ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം അല്ലാഹു തആല ചോദിക്കുന്ന, മനുഷ്യ, നീ എത്ര കാലമായി ജനങ്ങൾ കാണുന്ന ബാഹ്യമായ നിൻ്റെ ശരീരത്തെ ഭംഗിയാക്കാനും അതിനെ ശുദ്ധീകരിക്കാനും നീ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? എന്നാൽ
എൻ്റെ നോട്ടസ്ഥലമാകുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നീ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ആ ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയാൻ കഴിയുക? നമ്മൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് പറ്റിയ ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതിനനുസരിച്ച് ജീവിതം പരിവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ ജനാസയിൽ മയ്യത്ത് കട്ടിൽ കടന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം, നമ്മുടെ ഹൃദയത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹൃദയം എന്ന് പറയുന്നത് മഹാനവറുകൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്, രാജാവിൻ്റെ സ്ഥാനത്താണ് ഹൃദയം. നമ്മുടെ അവയവങ്ങളൊക്കെ പ്രജകളാണ്. അപ്പോൾ രാജാവ് എന്താണ് ഓർഡർ ഇടുന്നത്, പറയുന്നത്, അതിനനുസരിച്ച് അവയവങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, ഇന്ന ഫിൽ ജസദില മുളവ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇതാ സലഹത്ത് സലഹൽ ജസദു കുല്ലു വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു. ആ ഹൃദയം, ആ മാംസകഷ്ണം നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മൊത്തം നന്നായി. അത് മോശമായി കഴിഞ്ഞാൽ സകല മോശമായി. അലാ വഹിയൽ ഖൽബ്, അതാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഹൃദയം എന്ത് പറയുന്നോ അതിനനുസരിച്ച് നമ്മുടെ അവയവം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ അവൻ മൊത്തം നന്നായി എന്ന് പറയാം. ഹൃദയം മോശപ്പെട്ടു പോയോ അവൻ മൊത്തം മോശമായി. നമുക്കറിയാം, ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും ആവശ്യമില്ല. ഇപ്പോൾ ഖുർആൻ ഓതണം, നമ്മുടെ മനസ്സ് പറഞ്ഞോ മതി, നമ്മളെ കൈ അതിന് സഹായിക്കും. ഖുർആൻ എടുക്കാനും നോക്കാൻ കണ്ണ് എല്ലാം അവയവങ്ങളൊക്കെ അതിന് കീഴ്പ്പെടുകയാണ്. ഒരു നല്ലത് ചെയ്യണമെന്ന് നമ്മുടെ ഹൃദയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വഅലിൻ്റെയും ആവശ്യമില്ല. മഹാനവറുകൾ ഇതിൽ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. മൻ ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ യജ്അൽ ലഹു മിൻ ഖൽബിഹി വാഇള. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വായിലിനെ അല്ലാഹു തആല ഇട്ട് കൊടുക്കുമെന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വായിൽ വരണം. വയല് പറയുന്ന ആൾ, ഉപദേശിക്കുന്ന ആൾ, അതിന് വലിയ പവറാണ്. സ്റ്റേജ് കെട്ടി പുറത്തുനിന്ന് വയല് കേൾക്കുന്നതിനേക്കാൾ ഏറെ ഫലം ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു വയല് വന്നാൽ. അല്ലാഹുത്തആല ഒരാൾക്ക് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഒരു വായിലിനെ അല്ലാഹുത്തആല ഇട്ട് കൊടുക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാൾക്ക് കൽബിൽ നിന്നുള്ളൊരു വായൽ കിട്ടിക്കഴിഞ്ഞാൽ, കൽബിൽ നിന്ന് ഒരു ഉപദേശം പറയുന്ന ഒരാൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, അള്ളാഹുവിൽ നിന്നുള്ള വലിയ കാവൽ, മൻകാന ഫി ഖൽബിഹി വായിലുൻ, അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് അവനക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അവയവങ്ങളൊക്കെ നല്ല നിലക്ക് പ്രവർത്തിക്കണമെങ്കിൽ, നല്ല റൂട്ടിൽ ചലിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് നല്ല ഉപദേശങ്ങൾ, നല്ല ചിന്തകൾ വരണം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഇനി മോശമാകുന്ന വിഷയം എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ കൽബിൽ നിന്ന് മോശമായ ചിന്തകൾ വരുമ്പോഴാണ് നമ്മുടെ അവയവങ്ങൾ അതിനനുസരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയത്തെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് മഹാനവറുകൾ വിശദീകരിക്കുക. മൂന്നാമത്തെ ഒരു കാരണം, നമുക്കറിയാം നമ്മളൊക്കെ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ്. പക്ഷേ രണ്ട് കാര്യം, ഒന്ന്, ഹൃദയം ശുദ്ധിയുള്ള ആളുകൾക്കാണ് ഇബാദത്തിനേക്കുള്ള തൗഫീക്ക് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ ജമാഅത്തിന് കൂടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നല്ല നല്ല സദസ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെത്താൻ കഴിയുന്നില്ല. അവിടെ ഒരു പ്രശ്നം മഹാനവറുകൾ പറയുന്നത് ഒന്നിതാണ്, നമ്മളെ ഹൃദയം വളരെ മോശപ്പെട്ടതാണോ എങ്കിൽ ഇബാദത്തിനുള്ള തൗഫീക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുകയില്ല. ഇനി ഇബാദത്തിന് തൗഫീക്ക് കിട്ടിയാൽ തന്നെ ആ ചെയ്യുന്ന ഇബാദത്തിലേക്ക് ഒരു ലദ്ദത്ത് ലഭിക്കുകയില്ല.
അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആനന്ദം, ഒരു റാഹത്തോടു കൂടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയെങ്കിലും കടമ നിർവഹിച്ച് എഴുന്നേറ്റ് പോവുക എന്നുള്ള ചിന്തയാണോ നമ്മൾ വരുന്നത്? അല്ലെങ്കിൽ ഒരു ദിക്ർ ഹൽക്കയിലോ ഒരു മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ ഇരിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ പോകേനി എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടോ? അത് നമ്മളെ പ്രശ്നമാണ്, അത് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മോശത്തരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന്, ഇബാദത്തിന് തൗഫീക്ക് ലഭിക്കണമെങ്കിലും ചെയ്യുന്ന ഇബാദത്ത് അത് ലദ്ദത്തോടുകൂടെ നിർവഹിക്കണമെങ്കിലും വളരെ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം എന്നുള്ളത്, തസ്കിയത്ത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3 കാരണങ്ങൾ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ്. മഹാന്മാരായ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അവരുടെ ശരീരത്തെക്കാളേറെ അവർ ഫോക്കസ് ചെയ്തത് ഹൃദയത്തെയാണ്. ഇനി നമ്മളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ നമ്മൾ നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണോ അല്ല ശരീരത്തിലേക്കാണോ? 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പ്രധാനമായും ഇൻഷാ അല്ലാഹ് തസ്കിയത്ത് എങ്ങനെയെന്നുള്ളത് ശേഷം പറയാനുണ്ട്. പ്രധാനമായും നമ്മളെ ശരീരത്ത് മഹാനവർ വിശദീകരിക്കുന്നുണ്ട്. ശരീരം ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഈ തസ്കിയത്തിനെ വിശദീകരിക്കുന്നത്. നമ്മളെ ശരീരം നല്ല നിലക്ക് ആരോഗ്യമുള്ളൊരു ശരീരമാകാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? 1, ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊന്ന് ക്ലീനിങ്, അതുപോലെ തന്നെ ചികിത്സ, രോഗം വന്നാൽ ചികിത്സിക്കുക. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണല്ലോ നമ്മൾ ശരീരത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്. അത് കൃത്യമായി നമ്മൾ നിർവഹിക്കാറുണ്ട്. എന്നാൽ ഇതേ 3 കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിന് നൽകാനുണ്ട്, നമ്മുടെ ആത്മാവിനിക്ക് നൽകാനുണ്ട്. ഹൃദയത്തിന് ക്ലീനിങ് ഉണ്ട്, ഹൃദയത്തിന് ചികിത്സയുണ്ട്, ഹൃദയത്തിന് ഭക്ഷണമുണ്ട്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ 3 വിഷയം ഹൃദയത്തിനാണോ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അല്ല ശരീരത്തിനാണോ? ഓരോരുത്തരും അവരുടെ നഫ്സിലേക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? നമ്മളിപ്പം നിസ്കാരം, അതുപോലെ തന്നെ ഇൽമിൻ്റെ ക്ലാസ്സുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഈ ഇബാദത്തുകളൊക്കെ നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണം. ഇപ്പം നമുക്ക് പള്ളിയിൽ വരുന്ന സമയത്ത് ജമാഅത്ത് തീർന്നുപോയി, ഉദാഹരണം പറയാം. എന്നാൽ ജമാഅത്ത് തീർന്നു പോയതിൻ്റെ പേരിൽ, കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് വലിയ സങ്കടമുണ്ടാകാറുണ്ടോ? ഒരു ദുഃഖമുണ്ടാകാറുണ്ടോ? അതേ സമയത്ത് ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചീരണിയോ മറ്റോ കൊടുക്കുന്നുണ്ട്, അവിടെ എത്തിയപ്പോൾ ചീരണി തീർന്നു പോയി. ആ സമയത്തുണ്ടാകുന്ന വിഷമം ജമാഅത്തിന് പോയപ്പോൾ ജമാഅത്ത് തീർന്നു പോയതിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നതൊന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹൃദയത്തിൻ്റെ ഭക്ഷണത്തിനാണോ ശരീരത്തിൻ്റെ ഭക്ഷണത്തിനാണോ എന്നുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ വിഷയത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. നമ്മളെ ശരീരം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി എത്ര സമയം നമ്മൾ ഉപയോഗിക്കാറുണ്ട്? നമ്മളൊക്കെ ദിവസവും കുളിക്കുന്നവരാണ്. അതിന് പുറമേയും അവയവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കഴുകുന്നു. നമ്മളെ ഡ്രസ്സ് അലക്കാനും അത് ക്ലീൻ ചെയ്യാനും അത് ഇസ്തിരി ഇടാനും നമ്മൾ ഭംഗിയാകാനും ഒക്കെ നമ്മളെ ശരീരം പുറമേയുള്ള കാര്യങ്ങളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുക്കാറുണ്ട്. അതേ സമയത്ത് എപ്പോഴെങ്കിലും നമ്മളൊന്ന് റബ്ബേ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? കിബറുണ്ടോ, ഹസദുണ്ടോ, മറ്റുള്ളവരുടെ എന്തെങ്കിലും വെറുപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ടോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഉണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് അവരുമായിട്ടൊന്ന് ക്ലിയറാക്കാൻ, ക്ലീൻ ചെയ്യാൻ, തൗബ ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ടോ ഇല്ലേ എന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരീരത്തിനാണോ അല്ല ഹൃദയത്തിനാണോ? അതുപോലെ തന്നെ നമുക്കറിയാം, ശരീരത്തിന് വല്ല അസുഖവും വന്നാൽ നമുക്കറിയാം, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ നമ്മൾ ടാബ്ലറ്റ് എന്തെങ്കിലും ഒരു പ്രതിവിധി നമ്മൾ അടുത്ത ക്ലിനിക്കിലെങ്കിലും പോയിട്ട് നമ്മൾ ചെയ്യും. അതേസമയത്ത് ഹൃദയത്തിന് ബാധിക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ട് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്, പല രോഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ശേഷം വിശദീകരിക്കാനുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു രോഗം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്നിൽ ഇങ്ങനത്തെ ഒരു കുറവുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടും അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി, ആ രോഗം ഒന്ന് ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അതിലുള്ള പ്രതിവിധി ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഇത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിനാണോ അതല്ല നമ്മുടെ ശരീരത്തിനാണോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. നമ്മളിപ്പോൾ ഒരു ദുആന്റെ മജ്ലിസ്, ഒരു
മജ്‌ലിസ് നടക്കുന്ന സമയത്ത് ദുആ ചെയ്യാനുമുള്ള ഒരുപാട് ലിസ്റ്റുകൾ നമ്മുടെ അടുക്കൽ വരാറുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ ചെയ്യുന്നത് ഈ ഭൗതികമായ വിഷയങ്ങളായിരിക്കും കൂടുതൽ അതിലുള്ളത്, അല്ലേ? അസുഖം മാറാൻ വേണ്ടി, ജോലി ശരിയാകാൻ വേണ്ടി, വീടിൻ്റെ വിഷയത്തിൽ, കൂടുതലും ഭൗതികമായ വിഷയത്തിലായിരിക്കും ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നത്. റബ്ബേ, എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധിയായി കിട്ടണം, ഈമാൻ സലാമത്താകണം, അതിനുവേണ്ടി ഞാൻ 1000 രൂപ സംഭാവന, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ദുആ ലിസ്റ്റ് നമ്മുടെ അടുത്ത് വരും വളരെ കുറവായിരിക്കും. കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ശരീരത്തിനാണോ അതല്ല ഹൃദയത്തിനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചത്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ഒരു 2 ക്ലാസ് നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഭൗതികമായ ശരീരത്തിൻ്റെ അസുഖങ്ങളൊക്കെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സാണ്, ഒരു ഡോക്ടറാണ് ക്ലാസ് എടുക്കുന്നത്. മറ്റൊന്ന് ആത്മീയമായ ഒരു ക്ലാസ്സാണ്, അതായത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിൻ്റെ രോഗങ്ങളൊക്കെ വിശദീകരിച്ച് എങ്ങനെ അതിൽ നിന്ന് മുക്തമാകാം അതിനെക്കുറിച്ച് ഉള്ളൊരു ക്ലാസ്സാണ്. ഈ 2 ക്ലാസ്സിലും ഒരാൾ സംബന്ധിക്കുന്നു. അതിൽ ഒന്നാമത്തെ ക്ലാസ് ശരീരത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് അറ്റാക്ക്, അല്ലാഹു തആല എല്ലാ അസുഖങ്ങളെ തൊട്ടും നമ്മളെ കാക്കട്ടെ. അറ്റാക്കിനെ കുറിച്ച് ആ ഡോക്ടർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും വരുന്നത്, ഷോൾഡർ വേദന ഉണ്ടാകും, വിയർപ്പ് വരും. അപ്പം ഇതൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലേ? ഇടയ്ക്കൊരു വേദന വരലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവിടെ. അതേ സമയത്ത് മറ്റേ ക്ലാസ്സിൽ ആത്മീയമായ രോഗങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഉദാഹരണം കിബിർ, അത് വലിയൊരു ക്യാൻസറാണ്. അപ്പോൾ കിബിറിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ അദ്ദേഹം ഇങ്ങനെ ആ പണ്ഡിതൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ അത് പ്രകടമാകും. ഞാൻ എന്നുള്ള വാക്കുകളൊക്കെ വരും, അതൊക്കെ എൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ, ഓനക്ക് അങ്ങനെ ഉണ്ട്, ഓൻ്റെ സംസാരത്തിൽ ഇപ്പം അങ്ങനെ ഉണ്ടാകാറുണ്ട്, അവിടെ എനിക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കണില്ല. നേരത്തെ ക്ലാസ്സിലത്തെ ശാരീരികമായ അസുഖത്തിൻ്റെ അടയാളങ്ങൾ പറയുന്ന സമയത്ത് അത് എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്, മറ്റേതിൽ അത് ഓനക്കുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇതന്നെയാണ് വ്യത്യാസം. അപ്പോൾ ശാരീരികമായ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, അത് ക്ലിയറാക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതേ സമയത്ത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിന് വളരെയധികം ശ്രദ്ധ കൊടുക്കാത്തവരാണ്. അതിനുവേണ്ടി ഈ 1-2 ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മാറണം. നേരത്തെ സൂചിപ്പിച്ച മൃഗത്തിൽ നിന്നും വ്യത്യസ്തമായി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ആ അഖ്ല്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. ആ മാറ്റം ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യം വളരെ പോക്കാണ്. ഹൃദയം മരിക്കുന്ന അവസ്ഥ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഹൃദയം രോഗിയായി മാറുന്ന അവസ്ഥ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഷെയ്ഖ് നജ്മുദ്ദീൻ വലിയുല്ലാഹി എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം കാണാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നു, അദ്ദേഹം ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. എപ്പോഴും അള്ളാഹുവിൽ തഫക്കുറിലായി ഒരു ഗാംഭീര്യത്തോടു കൂടെയാണ് മഹാനവറുകളെ കാണാറുള്ളത്. ഒരിക്കൽ അദ്ദേഹം ചിരിച്ച ഘട്ടം എപ്പോഴാണ്? സാധാരണ എല്ലാവരും ബേജാറിലുള്ള സമയത്ത്, കരയുന്ന സമയത്താണ് അദ്ദേഹം ചിരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു. ആ കൂട്ടുകാരൻ എന്ന് പറയുന്നത് നല്ല സ്വാലിഹായ മനുഷ്യനാണ്, എല്ലാ നല്ല മജ്‌ലിസിലൊക്കെ സംബന്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അരികിൽ ജനാസ സംസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖബറിൽ വെച്ച് മണ്ണൊക്കെ ഇട്ട്, അവിടുത്തെ ഒരു മുക്രിയുണ്ട്, ഒരു മൊല്ലാക്ക നാട്ടുകാരൻ, അദ്ദേഹം തൽക്കീൻ ചൊല്ലിക്കൊടുക്കുകയാണ്. തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന സമയത്താണ് ഈ ശൈഖ് അവറുകൾ ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അത്ഭുതപ്പെട്ടു. എല്ലാവരും ഈ സമയത്ത് ബേജാറാകുന്നൊരു സമയമാണ്. ഇതുവരെ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, 30 കൊല്ലത്തോളം അവരെ കൂടെ ഞാൻ കൂടിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മുരീദന്മാർ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അവരോട് ചോദിച്ചു, ഞങ്ങളൊരു അത്ഭുതം ഇന്ന് കണ്ടല്ലോ, ഇതുവരെ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല,
പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചിരിച്ചതെന്താണ്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, എങ്ങനെ ചിരിക്കാതിരിക്കും? ആ ഖബറിൽ കിടക്കുന്ന സഹോദരൻ, ആ സാലിഹായ ഒരു മനുഷ്യൻ ഒരു തമാശ പറഞ്ഞു എന്നാണ് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന്. ആ തമാശ കേട്ടുകൊണ്ട് ചിരിച്ചു പോയതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ തമാശ? ഈ മുകളിൽ നിന്ന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആ വ്യക്തി ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ശരീരത്തിന് ജീവനുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഖൽബ് മരിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച ഖൽബിയ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത, ഹൃദയത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാത്തൊരു മനുഷ്യനാണ് ആ ചൊല്ലിക്കൊടുക്കുന്ന ആൾ, തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആൾ. എന്നാൽ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോ ഹൃദയം മരിക്കാത്ത മനുഷ്യനാണ്. ശരീരം മരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം മരിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം ചോദിക്കുന്നത്, അലാ തഅജബൂന മിൻ മയ്യിത്തിൻ യുലഖീനു ഹയ്യ. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഒരു മരിച്ച ആൾ ജീവനുള്ള ആൾക്ക് തൽക്കീൻ ചൊല്ലി കൊടുക്കുകയാണ്, അത് അത്ഭുതമല്ലേ എന്നാണ് ഖബറിൽ നിന്ന് ചോദിക്കുന്നത്. ആ തമാശ കേട്ട് ഞാൻ ചിരിച്ചു പോയതാണ് എന്ന് മഹാനവകൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. ആ ഹൃദയം മരിച്ചിട്ടുണ്ടോ ഇല്ലേ? നമ്മുടെ ശരീരത്തിന് ജീവനുണ്ട്, ഉഷാറുണ്ട്. ഇവിടെയാണ് മഹാനവറുകൾ ഇതിൻ്റെ തുടക്കത്തിൽ അജായിബുൽ ഖൽബ് വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ തസ്കിയത്തിന്, അതിൻ്റെ സംസ്കരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ മഹാനവറുകൾ ഇതിൻ്റെ ഈ മുഹ്ലിക്കാത്തിൽ 2 പാർട്ടായിട്ട്, ഇതിൽ 10 ഓരോ അധ്യായങ്ങളും 10 അധ്യായങ്ങളാണ് ഓരോ കിതാബിലും വിശദീകരിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിൻ്റെ തസ്കിയത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഭക്ഷണം. ശരീരത്തിലേക്ക് ഉദാഹരിച്ചുകൊണ്ടാണ് മഹാനവർ ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം, ക്ലീനിങ്, അതുപോലെ തന്നെ ചികിത്സ, ഈ 3 കാര്യമാണ് നമ്മളെ ശരീരം, ഭൗതികമായി നമ്മളെ ഈ ശരീരത്തെ നമ്മൾ ആരോഗ്യമുള്ള ഒരു ശരീരമായി കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ 3 കാര്യമാണെങ്കിൽ, ഇതേ 3 കാര്യം തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷയത്തിലും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതിൽ ഭക്ഷണമാണ് ഇബാദത്തുകൾ. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകളും, ഇപ്പോൾ ഈ ഇൽമിൻ്റെ ക്ലാസ് അടക്കം നമ്മളെ ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ്. ദിക്റുകളും സലാത്തുകളും ഖുർആനോത്തും അടങ്ങുന്ന മുഴുവനും ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ്. അത് 1-ാമത്തെ വാള്യത്തിൽ ഇബാദാത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ പാർട്ടിൽ, ഹിയയുടെ 1-ാമത്തെ പാർട്ടിൽ മഹാനവകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ബാക്കി 2 കാര്യമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്, ഈ മുഹ്ലിക്കാത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുന്ന, മോശപ്പെടുത്തുന്ന തെറ്റുകുറ്റങ്ങൾ, അതിൽ നിന്ന് മുക്തമാവുക എന്നുള്ളതാണ് ഒന്നാമത്. അതായത് ക്ലീനിങ്. നമ്മൾ ശരീരത്തിൽ നമ്മൾ ചേറ് തെറിച്ചാൽ, വിയർപ്പായാൽ, പൊടിയായാൽ, മണ്ണായാൽ അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ പോയിട്ട് കുളിക്കും. അതിനുവേണ്ട സോപ്പോ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ക്ലീനായി കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം വൃത്തിയായി. ഈ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് നോക്കാനുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഹൃദയത്തിന് രോഗങ്ങൾ വരും. ആ രോഗങ്ങളിൽ നിന്ന് രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ട് രോഗമുക്തമാക്കുക എന്നതാണ്. ഈ 2 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ തസ്കിയത്തിൻ്റെ കാര്യം പൂർത്തിയാവും. നമ്മുടെ ഹൃദയം മലിനമാകുന്നത് തെറ്റുകുറ്റങ്ങളെ കൊണ്ടാണ്. അതൊരു സംഭവം സൂചിപ്പിക്കാം. മഹാനായ ഇബ്നുൽ അറബി റളിയല്ലാഹുവിൻ്റെ സംഭവം പറയുന്നുണ്ട്. ഔലിയാക്കളെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനത്തുള്ള മഹാനവറുകളെ വാക്കുകളൊന്നും ചിലപ്പോൾ സാധാരണക്കാർക്ക് തിരിയുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കിതാബൊന്നും നോക്കരുത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് മനസ്സിലാവില്ല ഔലിയാക്കളെ, അവർ ചില ആളുകളുടെയൊക്കെ അസ്റാറുകൾ, അവരുടെ സംസാരങ്ങളൊക്കെ. മഹാനവറുകൾ ഈജിപ്തിലൂടെ, മിസ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരുപാട് ഔലിയാക്കളുണ്ട്, മുരിദന്മാരാണ്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ അദ്ദേഹത്തെ, അവരെ എല്ലാവരെയും ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് അവരെല്ലാവരും ആ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഇരുന്ന സമയത്ത് വീട്ടുകാരൻ ഭക്ഷണം ഉണ്ടാക്കി ആ ഓരോ പ്ലേറ്റിലും ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഓരോരുത്തരുടെയും മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചു. അതിലൊരാൾക്ക് മാത്രം പാത്രം ഇല്ല, പ്ലേറ്റില്ല.
അവസാനം കുറേ പരിധി അദ്ദേഹത്തിനൊരു പാത്രം കിട്ടി. ആ കിട്ടിയ പാത്രം സാധാരണ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പാത്രമല്ല. പഴയ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, നമ്മുടെ തള്ളാവുൽ ഹാജത്തിൻ്റെ നമുക്ക് ടോയ്ലറ്റും മറ്റൊക്കെ ആവശ്യം പുറത്തേക്ക് വേണ്ടി, ഒന്നൊക്കെ എല്ലാം ഉള്ളിലാണുള്ള സൗകര്യങ്ങളുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി സമയത്തൊക്കെ പുറത്തു പോകുക എന്നുള്ളൊരു പ്രയാസമാണ്. അപ്പോൾ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു പാത്രം എല്ലാവരും വാങ്ങി വെക്കും. നമ്മുടെ കുട്ടികളൊക്കെ തൊട്ടിലിൻ്റെ അടിയിലൊക്കെ വെക്കുന്നത് പോലത്തെ ഒരു പാത്രം. അതേമാതിരി ഒരു പുതിയ പാത്രം അദ്ദേഹം വാങ്ങിക്കൊണ്ട് വെച്ചതുണ്ട്. അത് ഉപയോഗിച്ചിട്ടില്ല. അത് പിഞ്ഞാണത്തിൻ്റെ പാത്രമാണ്. വീണാൽ പൊട്ടിപ്പോകുന്ന ഒരു പാത്രമാണ്. നല്ല പളുങ്കിൻ്റെ നല്ല ക്ലിയറുള്ള നല്ല പാത്രം. അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഭക്ഷണം വിളമ്പിയിട്ടാണ് ഈ ഒരാളെ തികയാത്ത അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ വലിയ മഹാന്മാരാണ്. അതിൽ നേതാവാണ് മഹാനാ ഇബ്നുൽ അറബി തങ്ങൾ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ഈ അവസാനമായി കൊണ്ടുവച്ച ആ പാത്രം, ആ പിഞ്ഞാണത്തിൻ്റെ ആ പാത്രം സംസാരിക്കുന്നു, പിന്നെ അത് പൊട്ടുന്നു. എന്താണ് സംസാരിച്ചത്? മുന്തു അക്രമനി അല്ലാഹു ബി അക്കലി ഹാവുലായി സാദാത്ത് ലാ അർല അൻ അക്കൂന മഹല്ലലില്ലാത. ഈ ഇരിക്കുന്ന മഹാന്മാരെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ പ്ലേറ്റ് പറയാൻ. ഇനി ഈ വീട്ടുകാരെ എന്നെ എടുത്തു കൊണ്ടുപോയാൽ അവൻ വാങ്ങിക്കൊണ്ടുവച്ചത് എന്തിനാണ്? നജസാക്കാനാണല്ലോ, മൂത്രയിക്കാനാണല്ലോ. അതുകൊണ്ട് ഇത്രയും ബഹുമാനം അല്ലാഹുത്തആല എനിക്ക് നൽകിയിട്ട് ഇനി എന്നെ ഈ വീട്ടുകാരൻ എടുത്തു കൊണ്ടുപോയാൽ എന്നെ നജസാക്കും, മലിനമാക്കും. അത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രം പൊട്ടി എന്നാണ്, 2 കഷ്ണമായിട്ട് മാറി. ഈ അത്ഭുതം കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ അവരുടെ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഈ പാത്രം സംസാരിച്ചത്? അവരൊക്കെ പറഞ്ഞു, അതെ ഞങ്ങൾ കേട്ടു. എന്താ സംസാരിച്ചത്? ആ പാത്രം സംസാരിച്ചത് തന്നെ അവരാവർത്തിച്ചു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പാത്രം സംസാരിച്ചത് ആ വേർഡ് നിങ്ങൾ ആവർത്തിച്ചു എന്ന് മാത്രം. എനിക്ക് വലിയ ബഹുമാനം അല്ലാഹു തന്നിട്ടുണ്ട്. ഇനി എന്നെ വീട്ടുകാരെ എടുത്തു കൊണ്ടുപോയാൽ നജസാക്കും, അതുകൊണ്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് പാത്രം പറഞ്ഞതെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരെയും ഒരു വലിയ പാഠം പഠിപ്പിക്കാനാണ് ഈ പാത്രം ഇവിടെ അല്ലാഹു തആല സംസാരിപ്പിച്ചിട്ടുള്ളത്. ഈ പാത്രം നമ്മുടെ ഹൃദയമാണ്. ഈ പാത്രം പുതിയ പാത്രമാണ്. അതിൽ ഒരു സ്ക്രാച്ചില്ല, ഒന്നുമില്ല, ഒരു നജസും ഇതുവരെ ആയിട്ടില്ല. അത്രയും പളുങ്ക് സമാനമായ പാത്രമാണ്. ആ പാത്രം പറഞ്ഞത് ഇനി എന്നെ എടുത്തു കൊണ്ടുപോയാൽ നജസാക്കും, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹു തആല അതുപോലത്തെ ഒരു പാത്രം നമുക്കൊക്കെ തന്നിട്ടുണ്ട്. ആ പാത്രം അല്ലാഹു തരുന്ന സമയത്ത് പളുങ്ക് സമാനമായ പാത്ര നമ്മുടെ ഹൃദയം. നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടികളെ ഹൃദയം ചില ഇബാദത്തുകളൊക്കെ നിർവഹിച്ചാൽ, ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ കയ്യൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച സമയത്തുള്ള കുഞ്ഞിനെ പോലെയാകും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം അത്രയും ശുദ്ധിയാവും. കുട്ടികളെ ഹൃദയം നമുക്കറിയാം. ആ കുട്ടികളെ ഹൃദയത്തിൽ ആരോടും ഒരു വെറുപ്പില്ല, ഒരു വിദ്വേഷമില്ല, അസൂയയില്ല, കിബറില്ല. അതുപോലെ തന്നെ ആ കുട്ടി ഒരു ഹറാമും ചെയ്തിട്ടില്ല. ആ ഹറാമുകൾ ചെയ്ത കറകളൊന്നും ആ കുട്ടിയുടെ ഹൃദയത്തിലില്ല. അത്രയും പളുങ്ക് സമാനമായ ഹൃദയമാണ് ആ കുട്ടിയുടെ ഹൃദയം. ഇതുകൊണ്ടാണ് കുട്ടികളെ ഹൃദയം ചില ഇബാദത്തുകളിൽ പ്രതിഫലമായി പറഞ്ഞത്, കുട്ടികളെ ഹൃദയം പോലെ അദ്ദേഹം ശുദ്ധിയായി മാറുമെന്ന് പറഞ്ഞത്. ഇതുപോലത്തെ ഒരു ഹൃദയമാണ് നമുക്കൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ ഹൃദയത്തെ നജസാക്കിയിട്ടുണ്ട്, മലിനമാക്കിയിട്ടുണ്ട്. ഈ പാത്രം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളൊരിക്കലും അങ്ങനെ ആകരുത്. നമ്മൾ ഹൃദയം ഈ പാത്രത്തെ പോലെ വെളുത്ത ഹൃദയമായി മാറണം, പളുങ്ക് സമാനമാകണം. ഇനി ഒരിക്കലും ഒരു നജസാക്കാൻ, മലിനമാക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കരുത് എന്നുള്ള വലിയൊരു പാഠമാണ് ഈ പാത്രം പഠിപ്പിച്ചതെന്ന് മഹാനവറുകൾ അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. തസ്കിയത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ഇതാണ്, നമ്മളെ ഹൃദയം. ആ ഹൃദയത്തിൽ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾ, അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇദാ ദനബൽ അബ്ദു ദംബൻ, ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് വരുന്നത് ആ അവയവത്തിന് വരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്.
ഇപ്പം നമ്മൾ കണ്ണുകൊണ്ടൊരു ഹറാമിലേക്ക് നോക്കിയാൽ കണ്ണിന് തകരാറും പറ്റുന്നില്ല, അതിൻ്റെ കാഴ്ച കുറയുന്നില്ല. കാരണം അള്ളാഹു റഹ്മാനാണ്. ഇവിടെ അള്ളാഹുത്തല അങ്ങനെ ആരെയും ശിക്ഷിക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും അള്ളാഹുത്തല റഹ്മത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹറാമായ സംസാരം നമ്മുടെ നാവ് കൊണ്ടുണ്ടായാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ എഫക്റ്റ് നാവിന് വരുന്നില്ല. അതേ സമയത്ത് എഫക്റ്റ് വരുന്നത് നമ്മുടെ ഹൃദയത്തിനാണ്. നുക്കിത്തഫി കൽബിഹി നുക്തത്തുൻ സൗദ, ഒരു കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴുകയാണ്. അതാണ് നമ്മുടെ ഹൃദയം നജസാകുന്നത്, മലിനമാകുന്നത്. ആ മലിനമായ ഹൃദയത്തെ നമ്മൾ അതിൽ നിന്ന് മുക്തമാക്കുക, അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ നൽകിയിട്ടുള്ളത്, തൗബ നൽകിയിട്ടുള്ളത്. ആ തൗബയിലൂടെ നമ്മുടെ ഹൃദയത്തിന് വന്ന എല്ലാ മലിനമായ ആ തെറ്റുകുറ്റങ്ങളുടെ കറകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്ലീൻ ചെയ്യുക എന്നതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത്. പ്രധാനമായും മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്, നമ്മുടെ 7 അവയവങ്ങൾ. ഒരു മനുഷ്യൻ തെറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് 7 അവയവങ്ങളാണ് പ്രധാനമായിട്ടും. അവൻ്റെ കണ്ണും, അവൻ്റെ നാവ്, ചെവി, കൈകൾ, കാലുകൾ, വയറ്, ഔറത്ത്. ഇതാണ് 7 അവയവങ്ങൾ. നരകത്തിന് 7 കവാടങ്ങളാണ്. ആ നരകത്തിലെ 7 കവാടങ്ങളും ഈ 7 അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യുന്നവരുടെ മുമ്പിലാണ് ഓപ്പൺ ആകുന്നത്. അത് ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണെങ്കിൽ 7 കവാടങ്ങളും അവരുടെ മുമ്പിൽ ക്ലോസാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ നജസാക്കുന്ന അല്ലെങ്കിൽ മലിനമാക്കുന്നത് പ്രധാനമായും ഈ 7 അവയവങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിന്നുള്ള ഒരു ജീവിതമാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. വന്നുപോയ കറകൾ ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്, ക്ലീനിങ് ആണ്. രണ്ടാമത്തത് നമ്മുടെ അംറാദുൽ ഖുലൂബാണ്, ഹൃദയത്തിന് വരുന്ന രോഗങ്ങളാണ്. ആ രോഗങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് ഇൻഷാ അല്ലാഹ് ഇനി ശേഷം നമുക്ക് വരാനുള്ളത്. അതുകൊണ്ട് എന്നോട് നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ക്ലാസ് പ്രധാനമായും നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടു പോവുക എന്നുള്ളതല്ല, ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാകണം. ഏറ്റവും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ, അതിൻ്റെ തസ്കിയത്ത്, അതിൻ്റെ സംസ്കരണം, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്. പ്രത്യേകിച്ച് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. അതിന് പറ്റിയ മഹാനാണ്. ഇത്രയധികം ഹൃദയത്തെക്കുറിച്ച് വിശദീകരിച്ച ഒരു തസവുഫിൻ്റെ ഗ്രന്ഥം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പറ്റിയ ഗ്രന്ഥമാണ്, അതിന് പറ്റിയ ആളുമാണ്. അള്ളാഹുത്തല ആ നിലക്കുള്ള വലിയൊരു നൂറാണ് അള്ളാഹുത്തല മഹാനവർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പരിവർത്തനമുണ്ടായി തസ്കിയത്ത് ലഭിച്ച ഗ്രന്ഥമാണ് മഹാനവറുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഇതിലൂടെ തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാനവറുടെ മറ്റെല്ലാ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.